20 വർഷങ്ങൾക്ക് മുമ്പ് സംവിധായകൻ രഞ്ജിത്ത് തന്നെയാണ് മോഹൻലാൽ എന്ന സൂപ്പർ നായകനെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത്. നല്ല ഒരു രാത്രിയിൽ വന്നു വീണ മാരണം. നീ പോയി ഒരു കുപ്പിയുടെ കഴുത്ത് പൊട്ടി ചടി തുടങ്ങ്. എണ്ണം വെച്ചോ, 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും. ആറാൻ തമ്പുരാൻ എന്ന സിനിമയിലൂടെ ജഗന്നാഥൻ എന്ന കഥാപാത്രം മലയാളികളുടെ സൂപ്പർ ഹീറോ ആയി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇന്ദുചൂടൻ, ശ്രീഹരി, കാർത്തികേയൻ, ഈ ലിസ്റ്റിൽ ജഗന്നാഥനും കടന്നുകൂടി. കള്ളകുടിയും സിഗരറ്റ് വലിയും എല്ലാ സൂപ്പർ ഹീറോയിസത്തിന്റെയും സിംബൽസായി മാറി. എന്നാൽ 2 ദശാബ്ദ കാലത്തിനു ശേഷം ഇതേ രഞ്ജിത്ത് തന്നെ ഹീറോയിസം ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഒരു സിനിമ എടുത്തു, സ്പിരിറ്റ്. കേരളത്തിലെ ഒരു ബുദ്ധിജീവിയും ഒരു വാതിൽ ഇന്നവരെ ചവിട്ടിപ്പൊളിച്ചിട്ടില്ല. എന്താ കാരണം? ആരോഗ്യമില്ല. അതന്നെ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംവിധായകനെയും നടനെയും ഈ സിനിമയിൽ നമുക്ക് കാണാം. പ്രായത്തിന് ചേരാത്ത സില്ലി പ്രമേയങ്ങളില്ലാതെ മോഹൻലാൽ എന്ന വെർസറ്റൈൽ ആക്ടറിന്റെ അതുല്യമായ പ്രകടനത്തിലേക്കാണ് രഞ്ജിത്ത് ക്യാമറ തിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് ബാങ്ക് ജോലിയും ഉപേക്ഷിച്ച് കേരളത്തിലെത്തിയ രഘുനാഥൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. സ്പിരിറ്റിനെ ഏറെ ഇഷ്ടപ്പെടുന്ന രഘുവിന്റെ ഈ നോവലിന്റെ ടൈറ്റിലാണ് സ്പിരിറ്റ്. തന്റെ എക്സ് ഭാര്യയും ഇപ്പോഴത്തെ ഭർത്താവും രഘുവിന്റെ അയൽക്കാരാണ്. ഷോ ദ സ്പിരിറ്റ് എന്ന രഘുവിന്റെ TV ഷോയിലൂടെ ഒരു സോഷ്യൽ സെറ്റയർ ആണ് അവതരിപ്പിക്കുന്നത്. ഇന്ന് എന്നെ പ്രതീക്ഷിക്കേണ്ട പോലാളി, ഭാര്യയ്ക്ക് സുഖമില്ല, ഞാനിപ്പോ ആസ്പത്രിയിലുള്ളത്, ഇനി ഞാൻ തിങ്കളാഴ്ച പണിക്ക് കയറുള്ളൂ. മദ്യപാനം എന്ന ശീലത്തിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാത്ത രഘുവിന്റെ ജീവിതം മാറ്റിമറിക്കാൻ ചില അനിഷ്ട സംഭവങ്ങൾ, ചില മരണങ്ങൾ. ഇത് മുഴുവനായി മോഹൻലാൽ എന്ന നടന്റെ ചിത്രമാണെങ്കിലും മറ്റു അഭിനേതാക്കളായ നന്ദു, കനിഹ, തിലകൻ, ഗോവിന്ദൻകുട്ടി, ലെന തുടങ്ങിയവർ തങ്ങളുടെ കഥാപാത്രങ്ങളെ അർത്ഥവത്താക്കിയിരിക്കുന്നു. പിന്നെ സിനിമയുടെ ഒരു ഡ്രോബാക്ക്, 2 പെഗ് അടിച്ച് ഒരു അല്പം സ്ലോ ആകുന്നത് പോലെ രഞ്ജിത്തിന്റെ ഈ സ്പിരിറ്റും അല്പം ലാഗിംഗ് ആണ്. പക്ഷേ ഹാങ് ഓവർ ഇല്ലാത്ത രഞ്ജിത്തിന്റെ ഈ സ്പിരിറ്റ് ഒരിക്കലും മിസ്സാക്കരുത്, പ്രത്യേകിച്ചും മദ്യപാനികൾ.